ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, അതായത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ ആമിക്ക് സ്കൂളിലൊക്കെ പോകണം, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം രാവിലെ തന്നെ ചെയ്യണം. അപ്പോൾ രാവിലെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത്. 5:30-ക്കൊക്കെ എഴുന്നേക്കണമെന്ന് വിചാരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ 5:30-5 മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട്. പക്ഷേ ഇന്നൊരല്പം ലേറ്റായി പോയി. നമുക്കിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എഗ്ഗ് ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കാം. ചെന്നൈ സ്റ്റൈലിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. നല്ല ഈസിയാണ്, പെട്ടെന്നായി കിട്ടും. 1 പോട്ട് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുഴുവൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, നല്ല ജീരകം, പെരുംജീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെന്നൈ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് ഇവിടെ ഞാൻ കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത്. ആമിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തത് കഴിക്കാനാണ് ഇഷ്ടം. നാട്ടിലത്തത് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നാട്ടിലത്തത് ചെയ്യാനായിട്ട് അറിയത്തില്ല കേട്ടോ ബിരിയാണി. അപ്പോൾ ഞാൻ ഇവിടുത്തെ രീതിയിലാണ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും മസാലയും ചോറും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വയ്ക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനിടയിൽ ഒരു വലിയ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുത്തത്. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണോളം ചെറിയ സ്പൂണിലാണ് എരിവുള്ള മുളക് പൊടിയും, പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഞാനിപ്പോൾ മീറ്റ് മസാല നിറപറയുടേത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എരിവിനനുസരിച്ചൊക്കെ ഇത് മാറ്റിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന നേരത്തേക്കും ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പുതിനയും മല്ലിയിലയും ഓരോ പിടി വെച്ച് ഇതുപോലെ ഒരു ചെറിയ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മുന്നേയൊക്കെ മല്ലിയിലയും പുതിനയിലയൊക്കെ മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അരച്ചാണ് ചേർക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവറും ആയിരിക്കും. ആ ഒരു ഇലകളൊന്നും ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കത്തില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനും കുറച്ചൊന്ന് ഈസി ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പുളിപ്പില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെമണിൻ്റെ പാതി ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് പിരിയുന്നത് വരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ഗ്ലാസ് ബാസ്മതി റൈസ് കഴുകി കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ അരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അരി മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് ഈ അരിന്ന് ഈ മസാലയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. സാധാരണ നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പച്ചവെള്ളം ചേർത്ത് കൊടുത്തു. 1.5 ഗ്ലാസോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം, എന്നാലാണ് അരിയിലും ചോറിലൊക്കെ കറക്റ്റായിട്ട് പാകത്തിന് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് കുക്കറിലെ അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് കേൾപ്പിക്കുന്നത് കേട്ടോ. 2 വിസിൽ കേട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ. ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സവോളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കുന്നൊരു സമയം മാത്രം മതി ഇതിന്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഇത് തന്നെയാണ് വീട്ടിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ആമിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതുപോലത്തെ ബിരിയാണി റൈസ് വെറൈറ്റീസൊക്കെ. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം ആമി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ.
പിന്നെ ഇത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് മസാലയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ പ്ലെയിൻ മുട്ട ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മസാല ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മസാല മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മുട്ട സെപ്പറേറ്റ് ആയിട്ട് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് വിളമ്പുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ആമി ബിരിയാണി കഴിച്ചിട്ടേ പോകാറുള്ളൂ സ്കൂളിൽ. ഞാനിന്ന് കാപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പത്തിനാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പമൊന്നും അവൾ കഴിച്ചില്ല. അവൾക്ക് ഈ ബിരിയാണി തന്നെ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാനും കുറച്ചൊന്ന് ഈസി ആയിരിക്കും. നല്ല ചൂടോടുകൂടി കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. സാധാരണ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ആമിക്ക്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ സലാഡാണ് എടുത്തിട്ടുള്ളത്. പപ്പടം, അച്ചാർ ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ആമിക്ക് അതൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അവർക്ക് ലഞ്ചിനോടൊപ്പം തന്നെ 2 സ്നാക്കും കൂടെ കൊണ്ടുപോകണം. സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് കഴിച്ചാൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് ഈവനിങ് സ്നാക്കിന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഇതുപോലെ കേക്കാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ആമിയെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൾ പോയിട്ടുണ്ട്. ആമി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പിന്നീട് കുറേ നേരം ടെറസിലും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ നിൽക്കും, ബാൽക്കണിയിലൊക്കെ. അപ്പോൾ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. സന്തോഷം മാത്രമല്ല, ഒരു സമാധാനമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൂക്കളെയൊക്കെ കണ്ട് നിൽക്കാനും കുറേ നേരം ഇവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് വീട്ടിൽ 1-2 ചെടിയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നട്ടുപിടിപ്പിച്ച് അതിലുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ലെവല് തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ചെടികളെ വന്ന് നോക്കി നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ 10 മണിയൊക്കെ ഡെയിലി പൂക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ രാവിലത്തെ ക്ലൈമറ്റും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ വൃശ്ചിക മാസം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിസംബർ മാസമാണ്, ഈ മഞ്ഞിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഹസ്ബൻഡ് ആമിയും കൊണ്ട് സ്കൂളിൽ പോയ സമയത്ത് ഞാൻ ബാൽക്കണിയിലൊക്കെ നിന്നതിന് ശേഷം പിന്നീട് വന്നിട്ട് ഒന്ന് കുളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസമാണ്, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അമ്മയൊക്കെ വന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നു എന്ന് പറഞ്ഞില്ലേ ശരവണയിൽ നിന്ന്. ആ ഡ്രസ്സ് ഞാനൊന്ന് ആൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡ്രസ്സാണ് ഇടുന്നത്. പിന്നെ എന്തായാലും ക്ഷേത്രത്തിൽ പോവല്ലേ, അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്ഷേത്രത്തിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാനിപ്പോൾ പനിയൊക്കെ ആയതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് സ്ലിം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിരുന്നു. ഇപ്പോൾ ഈ പനി വന്നതിന് ശേഷമാണ് ഇത്രയും അങ്ങോട്ട് ലൂസായി പോയത്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ എന്തായാലും റെഡി ആവാമെന്ന് വിചാരിച്ചു. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഞാൻ വീട്ടിൽ നെയ്യ് വിളക്ക് വയ്ക്കാറുണ്ട്. മുന്നേ ഒന്നും ഞാനങ്ങനെ നെയ്യ് ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ. വിളക്ക് വയ്ക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഹസ്ബൻഡ് നെയ്യ് വിളക്ക് വയ്ക്കും. വീട്ടിൽ ഞാൻ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന് നെയ്യ് വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും വിളക്കും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡ് റെഡി ആവട്ടെ. അതിനിടയിൽ ഞാൻ ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ ഞാനങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് മേക്കപ്പൊക്കെ ചെയ്യണമെന്ന് തോന്നി. ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചേക്കാനും നമുക്ക് ആ ഒരു മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ആദ്യം ഫീൽ ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒരുങ്ങി നന്നായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഉന്മേഷം തോന്നത്തില്ലേ. അപ്പോൾ മറ്റുള്ളവർക്കും അതുപോലെ തന്നെയാണ് നമ്മളെ കാണുമ്പോൾ ഒരു വൃത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരു ഹാപ്പിനെസ് ആണല്ലേ. അങ്ങനെ എന്തായാലും ഞാൻ റെഡിയൊക്കെ ആയതിന് ശേഷം വന്നിട്ട് ഇതുപോലെ വിളക്കൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. രാവിലെ തന്നെ വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ആമി സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇന്ന് വിളക്കൊക്കെ വെച്ചിട്ടുള്ളത്. സാധാരണ രാവിലെ ഞാൻ വിളക്ക് വയ്ക്കാറുണ്ട്. പക്ഷേ ചൊവ്വ, വെള്ളി, വ്യാഴം ദിവസങ്ങളിൽ ഞാൻ മുടങ്ങാതെ വീട്ടിൽ വിളക്ക് വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ പനിയൊക്കെ വന്നതിന് ശേഷം എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മാമ്പഴ കളറാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ കളറ് കാണാനായിട്ട്. അങ്ങനെ ഞാൻ എന്തായാലും റെഡിയായി നിൽപ്പുണ്ട്. കുറച്ച് 1-2 സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. 1-2 വീഡിയോയും സെൽഫിയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഹസ്ബൻഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങോട്ട് പോയ വഴിയിലും ഒക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നെന്തോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ബാക്ക് ടു റുട്ടീനിലേക്ക് വന്നേക്കുവാണ്. ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം എനിക്കൊരു പ്രത്യേക സന്തോഷവും ഒരു ഉന്മേഷവും ഒക്കെയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകാറില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ പുറത്ത് പോവുള്ളൂ. അല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും ഇതുവരേക്കും ചെന്നൈയിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് എനിക്ക് ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ. രാവിലത്തെ ആ ഒരു സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അത് വൈകുന്നേരങ്ങളിൽ പോകുന്നേക്കാളും രാവിലെ പോകുമ്പോഴാണ് ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ എന്തായാലും ലേക്ക് റോഡ് വഴി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ലേക്കിൻ്റെ അവിടേക്ക് വന്നൊന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്, അടിപൊളിയാണ്. പുതിയ പുതിയ കുറേ ബേർഡ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ മാറ്റങ്ങൾ ഈ ഒരു ലേക്കിൻ്റെ പോർഷനിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത സമയത്ത് അവരിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേക്കിൻ്റെ അവിടെയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും വീട്ടിൽ പോയിട്ട് ഇപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ, കുറച്ച് നേരം ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. എന്നും നമ്മളുടെ ലൈഫ് ഒരുപോലെ ഇരിക്കണമെന്നില്ല. കുറേ നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറേ നമ്മൾ വിഷമിച്ചൊക്കെ നമ്മൾ അങ്ങനെ ഇരുന്നാലും കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജീവിതം മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പല ഡിസിഷൻസും പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമാധാനം ഏറെക്കുറെ അങ്ങനെ പോകാറുണ്ടല്ലേ. അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുമോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സന്തോഷങ്ങളെല്ലാം മാറ്റി വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയൊന്നും നമ്മൾ ഇരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. മറ്റുള്ളവരൊന്നും അല്ല നമ്മുടെ ജീവിതം നിയന്ത്രിക്കേണ്ടതും നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ, അതിപ്പോൾ കുക്കിംഗ് ആയിരിക്കാം, ക്ലീനിങ് ആയിരിക്കാം, ചിലപ്പോൾ പുറത്ത് പോകുന്നതായിരിക്കാം, യാത്രകൾ ചെയ്യുന്നതായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലാണ് സമാധാനം കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും വന്നിട്ട് നമുക്ക് സന്തോഷം കൊണ്ട് തരുമോ അല്ലെങ്കിൽ സമാധാനം കയ്യിൽ വെച്ച് തരത്തൊന്നുമില്ല. കുറേയൊക്കെ നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും ഒരു പരിധി വരെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വഴിക്കങ്ങ് പോകും. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരിക്കത്തേ ഉള്ളൂ. വേറെ ആരും വന്നിട്ട് നമുക്ക് നമ്മുടെ സന്തോഷമൊന്നും കണ്ടെത്തി തരത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, എന്നും നമുക്കിപ്പോൾ പുറത്ത് പോകാനും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല. വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യും. കൂടുതലും ഞാൻ ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ക്ലീനിങ് ചെയ്യും, സ്റ്റിച്ചിങ് ചെയ്യും, അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ എനിക്ക് പുതിയ പുതിയ ഡിഷസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ അങ്ങോട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം തോന്നുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ക്ലീനിങ് ചെയ്യുന്നൊരു പരിപാടി എനിക്കുണ്ട്. അത് എത്രത്തോളം പേർക്കത് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് എന്തോ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, ക്ലീൻ ചെയ്യുന്നത്. വീട് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ 2 ഗുണങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. നമ്മുടെ വീടും വൃത്തിയായിട്ടിരിക്കും, മനസ്സും ഒന്ന് ക്ലീൻ ആവുന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അവിടുത്തെ
പോർഷനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ക്ലീൻഡാണ്, പക്ഷേ എന്നാലും എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് തോന്നി. എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് തോന്നത്തില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര എനിക്ക് ത്വരയാണ് ക്ലീൻ ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കി ഇടണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമൊന്നും ഇല്ലല്ലോ. എന്തായാലും നമ്മുടെ വീടിനാണെങ്കിലും നമുക്കാണെങ്കിലും അതുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടക്കാതെ, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒതുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ് എന്നോടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ സുഖമല്ലേ, നിങ്ങളുടെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് പോവല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പേടിക്കണോ, നിങ്ങൾക്ക് എല്ലാം ഇല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ, ഇതൊക്കെയാണ് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മളൊന്ന് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിചാരം നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളൊരു വിചാരമുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ നമ്മുടെ ഉള്ളിലെ വേദനകളും വിഷമങ്ങളും ഒന്നും നമ്മൾ പുറമേ കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കുറേയൊക്കെ നമ്മൾ തന്നെ സ്വയം സോൾവ് ചെയ്യുക, കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുക, കുറേയൊക്കെ നമ്മൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ കുത്തി നോവിക്കുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും അതിൽ നടക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക്, ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ആർക്കും, അതായത് അവർക്ക് മാത്രമാണ് എപ്പോഴും സങ്കടം, നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, നമുക്കെല്ലാം ഉണ്ട്, നമ്മൾ പുറത്ത് പോകുന്നു, കറങ്ങുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും വിഷമം ഇത്തരം ആൾക്കാർക്കായിരിക്കും കേട്ടോ. ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകൾക്ക് തന്നെയായിരിക്കും വിഷമങ്ങൾ കൂടുതലുള്ളത്. പക്ഷെ അവരത് പുറത്ത് കാണിക്കാത്തതാണ്. എന്ത് ചെയ്യാനാണല്ലേ, നമ്മളിങ്ങനെ വിഷമം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കൂടെയുള്ളവരെ കൂടി വിഷമിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്, എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ആരോടും പറയാനൊന്നും ഞാൻ നിൽക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, ഹസ്ബൻഡിൻ്റെയും മോളുടെയും കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും എന്തെങ്കിലുമൊക്കെ വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ജോലികളൊന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും സിമ്പിളായിട്ട് കുക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ കുറഞ്ഞോളും. പിന്നെ നമുക്ക് ഗാർഡനിങ് ചെയ്യാം, അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് ചെയ്യാം. പിന്നെ വായന നല്ലൊരു ശീലമാണ് കേട്ടോ. വായിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കും. അതുമാത്രമല്ല, വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. അതുപോലെ നമ്മൾ വളരുകയും ചെയ്യും. നമ്മുടെ ചിന്തകളാണെങ്കിലും നമ്മുടെ ഒരു നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഒരു വായനയിലൂടെ നമുക്ക് കുറേ പക്വത നമുക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വായിക്കാനായിട്ട് ഞാൻ ബുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഉറങ്ങി വീഴുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നല്ല സിനിമകൾ കാണും കേട്ടോ. ഞാനിരുന്ന് നല്ലതായിട്ട് സിനിമ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെടാറുണ്ട്. പൊതുവെ വീട്ടമ്മമാർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനക്കേട് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടി മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്റ്റൗവും റിങ്ങും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിനിയിപ്പോൾ നമുക്ക് സാരി ബാഗ് 3 മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന്. അതിൽ 2 ഞാൻ ചെറിയ റൂമിൽ എടുത്ത് അടുക്കി വെച്ചേക്കുന്നത്, വീട്ടിലിടുന്ന ഡ്രസ്സസ്. അപ്പോൾ ഇത് എൻ്റെ നേരിയത് സാരികളാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് കിട്ടിയതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കേരള സാരികളുണ്ടല്ലോ, സെറ്റ് സാരി, അതെല്ലാം കൂടി ഞാൻ ഈ ഒരു ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഒരു 3-4 കൂടി ഓർഡർ ചെയ്യണം. അപ്പോഴത്തേക്കും മറ്റുള്ള തുണികളും കൂടി ഇങ്ങനെ നമുക്ക് മടക്കി വയ്ക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൈസ കിട്ടുന്നതിനനുസരിച്ച് സാരി ബാഗ് കവറുകൾ ഇങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് കൂടുതലായിട്ട് സ്റ്റിക്കർ മുണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ എൻ്റെ നേരിയത് സാരികളും എല്ലാം ഞാൻ എടുത്തൊന്ന് മടക്കി ഈ കവറിലേക്ക് വെച്ചിട്ട് അലമാരയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സാരി കളക്ഷനും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കല്യാണത്തിന് എടുത്തിട്ടുള്ള സാരി, എനിക്ക് സാരി വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. ഞാനങ്ങനെ സാരി ഉടുക്കുന്ന ഒരാളെ അല്ല, എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് എൻ്റെ ഹോസ്റ്റലിലുള്ളൊരു ചേച്ചി, എൻ്റെ റൂംമേറ്റ് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള സാരിയാണ്. ഒരു റെഡ് സാരി, ബ്ലൂ സാരിയും ഈ ഒരു പിങ്ക് സാരിയും എൻ്റെ കല്യാണത്തിന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതെൻ്റെ കല്യാണ സാരിയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്ന സാരിയാണ്. 6000 രൂപയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കൊല്ലം സിംലയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാരിയാണ്. അന്ന് ഈ സാരി ഞാൻ ഉടുത്തിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറാണത്. ഒരേ ഒരു തവണയാണ് ഉടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഓറഞ്ച് സാരി വരുന്നത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റിന് മേടിച്ചതാണ്. പിന്നെ ഈ ഒരു പിങ്ക് സാരി ഉണ്ടല്ലോ രണ്ടാമത് കാണിച്ചത്, അത് ഇതുപോലെ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൊരു പർപ്പിൾ സാരി എൻ്റെ അനിയൻ്റെ വൈഫ്, എൻ്റെ നാത്തൂൻ എനിക്ക് മേടിച്ചു തന്നതാണ്. പിന്നെ ഒരു മഞ്ഞ കളർ സാരി പച്ച ബോർഡറും വരുന്നത്, അത് ഒരു ഓണത്തിന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ആ ഒരു പച്ച സാരിയും മജന്ത ബോർഡറും വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. പിന്നെ ബാക്കി രണ്ടും എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് മേടിച്ചതും. പിന്നെ ആ യെല്ലോ സാരി വരുന്നത് എൻഗേജ്മെൻറ്റിന് എടുത്തതാണ്, എൻ്റെ എൻഗേജ്മെൻറ്റിന്. പിന്നെ ഈ ഒരു ബ്ലൂ കളർ സാരി എന്ന് പറയുന്നത് എനിക്ക് ഹസ്ബൻഡ് ആദ്യത്തെ വെഡ്ഡിങ് ഡേക്ക് മേടിച്ചു തന്നതാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ സാരി കളക്ഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയാണ് എൻ്റെ സാരി കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്ലൗസുകളൊന്നും ഞാൻ പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരി. ഞാനങ്ങനെ ഉടുക്കാറില്ല സാരികളൊന്നും, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സസൈസിനെ കുറിച്ച് കുറച്ച് ദിവസം മുന്നേ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഒരു എക്സസൈസിനെ കുറിച്ച് പറയുമെന്ന്. ഞാൻ എക്സസൈസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് അവർക്കത് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന്, എന്തോ ഒരു ലോഡിങ് എന്തോ എറർ പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത് ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് സോഫയിലാണ് ഇരുന്ന് ചെയ്യേണ്ടത്. 2 ഹൈറ്റുള്ള പില്ലോ വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2ആയിട്ട് അടുക്കി വെച്ചതിന് ശേഷം കാർ പോർച്ചിലൊക്കെ വിരിക്കുന്ന ടർക്കി ഉണ്ടല്ലോ, ഇച്ചിരി കട്ടിയുള്ള ടർക്കി തന്നെ ഒരു 4ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരിക്കുക. അതിന് ശേഷം ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞൊരു ചെയർ വെച്ചിട്ട് കാല് മേലേക്ക് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കുക. എത്രത്തോളം 20 മിനിറ്റ് ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 20 മിനിറ്റോളം ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നീട് പോയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ആവി പിടിച്ചാൽ മതി മുതുക് ഭാഗത്ത്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിൽമേൽ കിടക്കണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചാണ് പറഞ്ഞത്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ TV യൂണിറ്റിൻ്റെ പോർഷനൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പൊടിയും കാര്യങ്ങളാണ്. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ ഡെയിലി ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം എത്ര ക്ലീൻ ചെയ്താലും പൊടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ലീഫും ഇതുപോലെ പൊടിയേറി ഇരിപ്പുണ്ട്. അത് നമുക്ക് ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല, അടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തികേടാണ്. അപ്പം ഞാൻ അതൊന്ന് കോളിൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു തുണി യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഒരു സന്തോഷം കൊണ്ട് മേടിക്കുന്നതാണ്. പക്ഷേ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഞാനിതൊക്കെ എടുത്തിങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. കുറേശ്ശെ ഓരോ ഭാഗത്തു നിന്നായിട്ടാണ് ക്ലീൻ ചെയ്ത് വരുന്നത്. പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇപ്പോൾ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് വലിച്ചു വാരി ചെയ്യാറില്ല ഞാൻ ക്ലീനിങ് ഒന്നും. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷനിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും മോപ്പിംഗ് ചെയ്യുന്നില്ല. സാധാരണ ഇതുപോലെ ഡസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോപ്പിങ്ങും കൂടി ചെയ്ത് വിടാറാണുള്ളത്. പക്ഷേ ഇന്നെന്തോ ഭയങ്കര ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നമ്മളിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ നാളെ രാവിലെ വിളക്ക് വയ്ക്കണം. അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം ക്ലീൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്തായാലും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. എത്രയൊക്കെ നമ്മൾ വീട് വൃത്തിയാക്കി ഇട്ടാലും അപ്പോൾ ഇതുപോലെ അടിച്ചു വാരിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് പൊടിയും അഴുക്കൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മോപ്പിംഗ് ചെയ്തിടുവാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ
ബിരിയാണിയൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഇതിനിടയിൽ വന്നിട്ട് ഉറക്കമായിരുന്നു. ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റാണ്, വൈകുന്നേരം ജോലിക്ക് പോകണം. അതുകൊണ്ട് പകൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതിന് വേണ്ടിയിട്ട് മുട്ടയും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സലാഡും കൂടി പെട്ടെന്ന് വെച്ചു. കുറച്ച് നട്ട്സും റൈസിൻസൊക്കെ വറുത്ത് ബിരിയാണിയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി വൈകുന്നേരം ആമി സ്കൂൾ വിട്ട് വരും. ഹസ്ബൻഡിന് വൈകുന്നേരം കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും മൺഡേ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.